ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡാണ്. ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അഡിക്റ്റായി പോകുന്ന ഒരു ഗോ ടു ഫുഡ്. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ഗ്രോസറി ഹോളിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. കുറച്ച് ഐറ്റംസ് മാത്രം മേടിച്ചുള്ള ഒരു ഗ്രോസറി ഹോൾ. അത് ഈ ഐറ്റം ഉണ്ടാക്കാനായിരുന്നു. ഇത് ശരിക്കും ഒരു ലെബനീസ് ക്യുസീനാണ്. ലെബനീസ് റൈസ് ആൻഡ് ചിക്കൻ വിത്ത് സാലഡാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് 3 ഐറ്റംസ്, ആക്ച്വലി 4 ഐറ്റംസ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഒരു ചിക്കൻ, പിന്നെ റൈസ്, പിന്നെ സാലഡ്, പിന്നെ ഒരു വൈറ്റ് സോസ്. ഈ 4 ഐറ്റംസും കൂടി ആവുമ്പോഴാണ് ഈ ഒരു ഡിഷ് കംപ്ലീറ്റ് ആവുക. സംഭവം ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്ന് തോന്നും, കുറച്ച് പണി എടുക്കണം എന്ന് തോന്നും. പക്ഷേ വൺസ് നമ്മൾ അത് യൂസ് ടു ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സിമ്പിളായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അറബിക് ഫുഡ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ, ഈ ഷവർമ പോലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ മയോണൈസ് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും ഹെൽത്തിയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കംപ്ലീറ്റ് മീൽ എന്നും കൂടി പറയാം. കാരണം സാലഡും ചിക്കനും റൈസും എല്ലാം വരുന്ന ഒരു ഐറ്റം ആണല്ലോ. ഞാൻ അറബിക് ഫുഡ്സ് ട്രൈ ചെയ്ത് തുടങ്ങിയത് ക്യാൻഡിൽ വന്നതിന് ശേഷമാണ് കേട്ടോ. നാട്ടിൽ നമ്മൾ കഴിക്കാൻ എന്താണ്, മന്തി മാത്രമേ എനിക്ക് തോന്നും. മന്തി, ഇതുപോലെ ഷവർമ, അങ്ങനെയൊക്കെയല്ലേ നാട്ടിൽ അറബിക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ. ഇവിടെ നമുക്ക് ഒരുപാട് രാജ്യത്തെ ക്യൂസീൻസ് ട്രൈ ചെയ്യാൻ പറ്റി. ഈ പറഞ്ഞ പോലെ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, പിന്നെ കുറേ ലബനീസ്, ടർക്കിഷ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ട്രൈ ചെയ്തപ്പോൾ ഞാൻ ഈ ഫുഡിൻ്റെയൊക്കെ ഫാനായി. നല്ല കാലറിയുള്ള ഫുഡാണ്. എന്നും കഴിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും, നല്ല ചബ്ബിയായി പോവും. പക്ഷേ വൺസിൻ്റെ വയലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസാണ്. ഞാനത് എല്ലാ വീക്കും കഴിക്കുമായിരുന്നു. അതനുസരിച്ച് ഞാൻ നന്നായിട്ട് വെയിറ്റും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ അതും കുറച്ച് ഉള്ളിൽ ചെന്നോളും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ലതാണല്ലോ. അപ്പോൾ എഗെയിൻ നല്ലപോലെ വെയിറ്റ് വയ്ക്കണം എന്നുള്ള ആൾക്കാർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിക്കനൊക്കെ നന്നായിട്ട് ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഫുഡുമാണ്. നാട്ടിൽ വെച്ച് വിശന്നിരിക്കുമ്പോൾ എനിക്ക് ആദ്യം കഴിക്കാൻ തോന്നുന്ന ബിരിയാണിയാണ്. എന്നെപ്പോലെ ഇതുപോലെ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആയാലുണ്ടോ? പക്ഷേ ഇപ്പം അത് മാറിയിട്ടോ. ഇപ്പം മാറിയിട്ട് മന്തി ആയിട്ടുണ്ട്. ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ എറണാകുളത്തു നിന്നാണ്. അപ്പം നമ്മുടെ അങ്കമാലി മോട്ടോർ സൈഡിലൊക്കെ നമുക്ക് ഒരു ഷോപ്പുണ്ട്, മന്തിക്കട, അൽറീം എന്ന് പറയും. നമ്മളൊക്കെ അവിടുത്തെ സ്ഥിരം ആൾക്കാരായിരുന്നു. അവിടെ പോയിട്ട് വയറ് നിറച്ച് മന്തി കഴിക്കുക, ഇവിടെ വയറല്ല തൊണ്ട എത്തുന്ന വരെ മന്തി കഴിക്കുക എന്നുള്ളതൊക്കെയായിരുന്നു നമ്മുടെ കോളേജ് ടൈമിലേക്കൊരു ഹോബി എന്ന് പറയുന്നത്. എൻ്റെ പാർട്ട്ണറും നല്ലൊരു ഫുഡിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് എവിടെയൊക്കെ നമ്മളിപ്പോൾ ആരെങ്കിലും പറഞ്ഞറിയുവാണ് നല്ല ഫുഡ് ഇടുന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിലൊക്കെ പോയി ഫുഡ് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പം നമ്മൾ താമസിക്കുന്ന ലണ്ടൻ ഒൻറ്റാറിയോയിലാണ്. ഇവിടെ ഞങ്ങൾ ട്രൈ ചെയ്യാത്ത റെസ്റ്റോറൻറ്റ്സ് ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ ഓരോ വീക്കും പുതിയ പുതിയ റെസ്റ്റോറൻറ്റ്സ് കണ്ടിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളത് ഒരു അവരുടെയൊക്കെ സ്ഥിരം പരിപാടിയായിരുന്നു. ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിക്കൻ തലേ ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടിയും ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാം. പിന്നെ ഗ്രില്ല് ചെയ്താണ് എടുക്കുന്നത്. ഇൻ കേസ് നമുക്ക് ഗ്രില്ല് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യോ അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്തോ എടുക്കാം. ഞാൻ എൻ്റെ എല്ലാ റൈസ് ഐറ്റംസിലും യൂസ് ചെയ്യുന്നത് ഗീ ആണ്. എന്ത് റൈസ് ഉണ്ടാക്കിയാലും ഞാൻ ഗീ ആണ് സ്റ്റാർട്ടിങ്ങിൽ യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ്. ഞാനങ്ങനെ ധൈര്യമായിട്ട് പറയാൻ കാരണം ഞാൻ ഇത് ആർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിലെല്ലാവർക്കും, അതുപോലെ എൻ്റെ ഫ്രണ്ട്സിന്, അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മാഗി ക്യൂബിന് പകരം വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ബ്രോത്ത് യൂസ് ചെയ്യാം. ഈ ഒരു റൈസിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറയുന്നത് ഈ ജീരകത്തിൻ്റെ ആണ്. ഈ ജീരകത്തിൻ്റെ പൊടി ചേർക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ഫ്ലേവർ. ഇത് ഭയങ്കര സിമ്പിൾ റൈസാണ്, ഒന്നുമില്ല. ജീരകം, കറുവപ്പട്ട, പിന്നെ എന്തെങ്കിലും ഇച്ചിരി ഓയിൽ, റൈസ്, പിന്നെ മാഗി ക്യൂബ്, പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി, ഇത്രയേ ഉള്ളൂ ഈ റൈസ്. അത് ഭയങ്കര സിമ്പിൾ റൈസാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹെവി ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു സിമ്പിൾ റൈസ് ഉണ്ടാക്കണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഇത് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റില്ല, പക്ഷേ എന്തെങ്കിലും കൂടെയാണെങ്കിൽ പോവും. നമ്മളിവിടെ അറബിക് റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഷവർമയുടെ ഒക്കെ ഇപ്പോൾ കിട്ടുന്ന റൈസ് മിക്കതും ഈ ഒരു സെയിം ഫ്ലേവർ തന്നെയാണ്. പിന്നെ സാലഡ് ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടല്ലോ, കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞിടുക. കാരണം നമ്മൾ സാലഡിൽ വേറെ ഡ്രസ്സിംഗ് ഒന്നും ചേർക്കുന്നില്ല, മൊത്തത്തിലാണ് സോസ് ഉണ്ടാക്കുന്നത്. പിന്നെ പാഴ്സലി ഇതുപോലെ ഫ്രഷ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡ്രൈഡ് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും, അത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതേ ഉള്ളൂ. ഇത് നമുക്ക് പ്ലേറ്റ് ചെയ്യാം. റൈസും കുറച്ച് സാലഡും കുറച്ച് ചിക്കനും ഒക്കെ കൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വൈറ്റ് സോസ് ഒഴിക്കുക, എന്നിട്ട് അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ, നല്ലൊരു അടിപൊളിയായിട്ടാണ്.